ലിറ്റ്മസ് എത്ര കാലം ഇവിടെയുണ്ടോ അത്രയും കാലം നിലനിൽക്കാൻ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പരിണാമം. മതങ്ങളുടെ അടിസ്ഥാനം തന്നെ ഏതോ ഒരു അജ്ഞാത ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളും ഈ പ്രപഞ്ചവും എന്ന ധാരണയാണ്. എന്നാൽ ശാസ്ത്ര വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ അജ്ഞാത ശക്തി വെറും ഭാവനയാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അതിനായുള്ള ഏറ്റവും ശക്തമായ ശാസ്ത്രീയ ഉത്തരമാണ് പരിണാമം. ജീനോം എന്ന വിഷയത്തിൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഡോക്ടർ പ്രവീൺ ഗോപിനാഥ്, ഡോക്ടർ ദിലീപ് മാമ്പള്ളി, ശ്രീ കൃഷ്ണപ്രസാദ്. ഈ നിർണായക ചർച്ച നിയന്ത്രിക്കുന്നത് ശ്രീ ആനന്ദ് ടിആർ ആണ്. Let us welcome Dr. Praveen Gopinath, Dr. Dilip Mambally, Mr. Krishna Prasad, and Anand TR. പരിണാമത്തെക്കുറിച്ചുള്ള ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് ഞങ്ങൾക്ക് അവസരം തന്ന എസൻസ് ഗ്ലോബൽ സംഘാടകരോട് ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ എൻ്റെ പാനലിസ്റ്റുകളുടെയും. 2018 ലിറ്റ്മസ് തുടങ്ങിയ കാലം തൊട്ട് ഉള്ളതാണ് ജീനോൺ എന്ന പരിപാടി. അതുപോലെ തന്നെ ഇത്തവണ സാധാരണ എല്ലാ കൊല്ലവും ഓഡിയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കലാണ് ജീനോണിൻ്റെ പരിപാടി. പക്ഷേ ഇക്കൊല്ലം സമയപരിമിതി മൂലം ഓഡിയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കാൻ നിർവാഹമില്ല. അതിനുള്ള അവസരം പിന്നീട് എസൻസ് നൽകും എന്ന് വിചാരിക്കാം. അതുകൊണ്ട് ഇത്തവണ നമുക്ക് പാനൽ ഡിസ്കഷനിലൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡോക്ടർ പ്രവീൺ ഗോപിനാഥിനോടാണ്. ഈ പരിണാമം ജൈവിക വസ്തുക്കളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണോ? പരിണാമം ജൈവ വസ്തുക്കൾ മാത്രമല്ല നടക്കുന്നത്. പരിണാമം ആക്ച്വലി ഒരു ജൈവ പ്രതിഭാസമല്ല. ഒരു എൻറ്റിറ്റി അതിൻ്റെ ഓൾമോസ്റ്റ് സെയിം കോപ്പീസ് ഉണ്ടാക്കി ആ കോപ്പികൾക്ക് സർവൈവ് ചെയ്യാൻ ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടായി. അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി. അതിൽ കുറച്ച് കോപ്പീസ് മാത്രം ഫർദർ കോപ്പീസ് ഉണ്ടാക്കുന്ന ഏതൊരു സാഹചര്യത്തിലും പരിണാമം അല്ലെങ്കിൽ ഇവല്യൂഷൻ നടക്കും. ബയോളജിക്കൽ ഇവല്യൂഷൻ അല്ല, ഇവല്യൂഷൻ. ഇപ്പോൾ ഇവല്യൂഷണറി ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ട്. ഈവൻ മതങ്ങൾ, ചില മതങ്ങൾ കൂടുതൽ സർവൈവ് ചെയ്യുന്നുണ്ട്. അവിടെ റിസോഴ്സസ് എന്ന് പറയാവുന്നത് ആളുകളെ പറ്റിക്കാനുള്ള അവരുടെ കഴിവുകളായിരിക്കാം. അങ്ങനെയുള്ള കപ്പാസിറ്റി മതങ്ങൾ നിന്നു പോവുകയും ആളുകളെ പറ്റിക്കാൻ കഴിവ് കൂടുതലുള്ളവ നിലനിന്ന് പോവുകയും അങ്ങനെ കൂടുതൽ ആശയങ്ങളും ചിലപ്പോൾ വയലൻസും, ചില മതങ്ങളുടെ സ്ട്രാറ്റജി ചിലപ്പോൾ പീസ് ആയിരിക്കാം. അങ്ങനെ ഓരോ സ്ട്രാറ്റജി മാറ്റി മതങ്ങൾ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വസ്തു മാത്രമാണ് ജൈവ പരിണാമം. ഈ റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് എന്നുള്ള സംഭവം എത്രയ്ക്ക് ആക്യുറേറ്റ് ആണ്? കാരണം ഈ പരിണാമത്തെ എതിർക്കുന്ന ആൾക്കാർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനം കാർബൺ ഡേറ്റിംഗിനെ വിശ്വസിക്കാൻ പറ്റില്ല, അത് ശരിക്കും നമുക്ക് റിസൾട്ട് തരില്ല എന്നൊക്കെ. എത്രത്തോളം ആക്യുറേറ്റ് ആണ് റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ്? ഈ റേഡിയോ ആക്റ്റീവ് മെത്തേഡുകൾ ശരിയല്ല എന്ന് വാദിക്കുന്നവർ ഈ തീവ്ര സൃഷ്ടിവാദികളാണ്. അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ പ്രായം ഒരു 6000 വർഷത്തിൽ കൊണ്ടുവന്ന് എത്തിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷെ റേഡിയോ ആക്റ്റീവ് അവർ പറയുന്ന ഒരു ക്ലെയിം എന്തെന്ന് വെച്ചാൽ ഡേറ്റിങ് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഡേറ്റിങ്ങിൽ ഒരു പാറയെ ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ആ പാറയിലുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെ അളവാണ് നമുക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ട് എപ്പോഴാണ് ആ പാറ ഉണ്ടായതെന്ന് അറിയണമെങ്കിൽ ആ പാറയിൽ ആദ്യം ഉണ്ടായിരുന്ന റേഡിയോ ആക്റ്റീവിൻ്റെ അളവ് കൂടി അറിയണം എന്നുള്ളതാണ്. അപ്പോൾ അത് ടെക്നിക്കലി കറക്റ്റാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചില മെത്തേഡുകൾ സയൻസിലുണ്ട്. ചില കാര്യങ്ങളിൽ അത് അറിയേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് പൊട്ടാസ്യം ആർഗൺ ഡേറ്റിങ്ങിൽ ഈ മിനറലുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ആർഗൺ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകില്ല. അപ്പോൾ ആ ടൈം 0 തന്നെ ക്ലോക്ക് 0 സെറ്റ് ചെയ്തിരിക്കും നാച്ചുറലായിട്ട് തന്നെ. അല്ലെങ്കിൽ യുറേനിയം ലെഡ് ഡേറ്റിങ്ങിൽ സിർക്കോൺ മിനറലുകൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പല ഡേറ്റിങ്ങുകളിലും അങ്ങനെ പല വിദ്യകളുണ്ട്. അതല്ലെങ്കിൽ ഒരു പാറയിലെ പല മിനറലുകളായിരിക്കും ഡേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലും ആ ടൈം 0 എന്നുള്ള ആ പ്രശ്നം അങ്ങനെ ഓവർകം ചെയ്യുന്നുണ്ട്. ഈവൻ കാർബൺ ഡേറ്റിങ്ങിലും നമുക്ക് അറിയാം ടൈം 0 ആ കാർബൺ 14 അളവ് എത്രയുണ്ട് എന്നുള്ളത്. അതിനെ വീണ്ടും കുറച്ചും കൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാലിബ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡേറ്റിംഗ് വിദ്യകൾ എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആണ്. അതിനെ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഈ 6000 വർഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഓക്കെ, കെ പിയുടെ ഒരു ചോദ്യം. നമ്മൾ ഈ ഡാർവിൻ്റെ സിദ്ധാന്തമൊക്കെ കുറേ പഴയതായില്ലേ ഇപ്പോൾ? അതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ മോളിക്കുലർ ബയോളജി, ജനറ്റിക്സ് ഈ സംഭവങ്ങളെയൊക്കെ ശക്തിപ്പെടുത്താൻ ഡാർവിൻ്റെ തിയറിക്ക് ഇപ്പോഴും കഴിയുമോ? യെസ്, താങ്ക് യു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇപ്പോ ചാൾസ് ഡാർവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം 19-ാം നൂറ്റാണ്ടിലെ ഒരു കഥാപാത്രമാണ്. 19-ാം നൂറ്റാണ്ടിൽ ജനിക്കുന്നു, 19-ാം നൂറ്റാണ്ടിൽ തന്നെ മരിക്കുന്നു. ഒരുപാട് മഹത്തായ കണ്ടുപിടുത്തങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിലും ആ കാലഘട്ടത്തിന്റെ ചില പരിമിതികൾ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡാർവിൻ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എഴുതുകയും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നായിട്ട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത ഒരു കാര്യത്തിലാണ് അദ്ദേഹം അഭിമുഖീകരിച്ച ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. അദ്ദേഹം മരിക്കുമ്പോഴും ആ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ആ ചോദ്യം ഇതാണ്. ഡാർവിൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെ: പരിണാമത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട്, പരിണാമം നടക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വേരിയേഷൻ അഥവാ വ്യതിയാനങ്ങൾ ആണ് എന്ന് ഡാർവിൻ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് പരിചയത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിച്ച ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ വ്യതിയാനത്തിനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചിട്ട് ഡാർവിൻ അതിന് ഒരിക്കലും ഉത്തരം ഉണ്ടായിരുന്നില്ല. അത് ഡാർവിൻ്റെ മരണശേഷം 20-ാം നൂറ്റാണ്ടുകളിലാണ് യഥാർത്ഥത്തിൽ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം വരുന്നത്. ഇന്ന് നമുക്കറിയാം ഈ വ്യതിയാനത്തിന് കാരണം എന്ന് പറയുന്നത് DNA-യിലെ ചില മാറ്റങ്ങളാണ്. അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷനുകൾ എന്ന് വിളിക്കുന്നത്. ഈ വ്യതിയാനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഈ വ്യതിയാനങ്ങൾ കാരണം എന്തൊക്കെ സംഭവിക്കും, ഈ വ്യതിയാനങ്ങൾ ഒരു DNA-യിൽ എവിടെയൊക്കെ ഉണ്ടാവുന്നു, ഏതെല്ലാം ഭാഗങ്ങളിലാണ് അത് കൂടുതലായി ഉണ്ടാവുന്നത്, എത്ര വേഗത്തിലാണ് ഉണ്ടാവുന്നത്, ഓരോ ജീവജാലങ്ങളിലും ഇത് എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് പോലും ഈ വ്യതിയാനങ്ങൾ ഇന്ന് മാറ്റാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡാർവിൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോയതിന്. അദ്ദേഹത്തിന് അറിയാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ജെനറ്റിക്സും മോളിക്കുലാർ ബയോളജിയും ഒക്കെ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. താങ്ക് യു KP, വളരെ നല്ലൊരു ഉത്തരമായിരുന്നത്. ഞാൻ തിരിച്ച് ഡോക്ടറിലേക്ക് വരാം. നമ്മൾ ഈ മൈറ്റോകോൺട്രിയ, എൻ്റെ ഈ അടുത്തൊരാൾ ചോദിച്ചൊരു ചോദ്യമാണത്. ഈ മൈറ്റോകോൺട്രിയ ഒരു ബാക്ടീരിയ ആയിരുന്നല്ലോ. ആ ബാക്ടീരിയ നമ്മുടെ സെല്ലിൻ്റെ അകത്ത് ഉണ്ട്, അതാണ് നമ്മൾ ഓരോ ജീൻസായിട്ട് പോണേന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ഒരു ബാക്ടീരിയ ഒക്കെ അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണേ? ഓക്കെ, നമ്മൾ ആക്ച്വലി എല്ലാ ജീവജാലങ്ങളും രണ്ടായി തരംതിരിക്കാം. ഒന്ന് പ്രോകാരിയോട്സ്, രണ്ടാമത് യൂകാരിയോട്സ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ പ്രോകാരിയോട്സിൽ ബാക്ടീരിയാസ് വരും, അതിന് ന്യൂക്ലിയസ് ഇല്ല, പല മൈറ്റോകോൺട്രിയ ഇല്ല, അങ്ങനെ പല കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഒരു ബാക്ടീരിയ വേറൊരു ബാക്ടീരിയ, ആക്ച്വലി അത് ആർക്കിയ ആയിരുന്നു, അതിൻ്റെ ഉള്ളിൽ കടന്നുകൂടി അങ്ങനെയാണ് യൂകാരിയോട്സ് ഉണ്ടാവുന്നത്. യൂകാരിയോട്സിന് ഓഫ് കോഴ്സ് ഉള്ളിൽ കയറിയ ബാക്ടീരിയ മൈറ്റോകോൺട്രിയയായി, അതിൻ്റെ ജീനുകളെല്ലാം കൂടിയിട്ട് ഒരു കേന്ദ്രീകരിച്ചിട്ട് ന്യൂക്ലിയസ് ഉണ്ടായി. അപ്പോൾ ഈ സാധാരണ ബാക്ടീരിയയിൽ 500 to 1000 ജീൻസ് ഉണ്ട്. അപ്പോൾ ബാക്ടീരിയയിൽ തന്നെ ജീൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പിങ് ജീൻസ് എന്ന് പറയും. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയ ആയ ബാക്ടീരിയയുടെ ജീൻസ് ന്യൂക്ലിയർ ജീൻസിനെ ജമ്പിങ് ജീൻസായി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ന്യൂക്ലിയസ് ഉണ്ടായി. അങ്ങനെയുള്ള ഈ മൈറ്റോകോൺട്രിയക്ക് ഓരോ ജീൻസായി നഷ്ടപ്പെട്ടു. ഇന്നത്തെ നമ്മുടെ മൈറ്റോകോൺട്രിയക്ക്, മനുഷ്യരിലെ മൈറ്റോകോൺട്രിയക്ക് 13 ജീൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് കാൺ സർവൈവ് ഔട്ട്സൈഡ് എ ഹ്യൂമൻ സെൽ. അതിൻ്റെ മേലെ അത്രയും ഡിപ്പെൻഡൻ്റ് ആയി പ്രവർത്തിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. പക്ഷേ അവർ നമ്മുടെ സെൽസിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതൊരു 2 സെല്ലിലേക്ക് പോകുന്നു. പിന്നെ വേറൊരു കാര്യം, മൈറ്റോകോൺട്രിയക്ക് ഉള്ളിൽ DNA കറക്റ്റിംഗ് മെക്കാനിസം ഇല്ല. ന്യൂക്ലിയസിൽ DNA കറക്റ്റിംഗ് മെക്കാനിസം ഉണ്ട്, മൈറ്റോകോൺട്രിയക്ക് DNA കറക്റ്റിംഗ് മെക്കാനിസം ഇല്ല. അപ്പോൾ നമ്മൾ ഏജ്ഡ് ആകുമ്പോൾ മൈറ്റോകോൺട്രിയയിലെ മ്യൂട്ടേഷൻ എത്രയോ അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ മദറിലെ മൈറ്റോകോൺട്രിയാസ് കുട്ടികൾക്ക് പോകുന്നത് കൊണ്ട് മദറിലെ സെൽസ് വളരെ സുഷുപ്തിയിലായിരിക്കും. അവസാനം മാത്രമേ അത് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. അത് അതിലുള്ള ആക്ടിവിറ്റീസ് കുറഞ്ഞ് മൈറ്റോകോൺട്രിയയുടെ ആക്ടിവിറ്റി കുറയുന്നത് കൊണ്ട് മൈറ്റോകോൺട്രിയൽ ഏജിങ് കുറക്കാനാണ്. ഫാദറിന്റെ സ്പേംസ് ഫാസ്റ്റ് ഡിവൈഡിങ് ആണ്, അതിന്റെ മൈറ്റോകോൺട്രിയ അത്ര തന്നെ ഏജ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ മൈറ്റോകോൺട്രിയ കുട്ടിക്ക് പോകുന്നില്ല. നമ്മൾ ഇത് ചെയ്യുമ്പോൾ, ക്ലോണിങ് ചെയ്യുമ്പോൾ നമ്മൾ സൊമാറ്റിക് സെൽ എടുത്തിട്ടാണ് ക്ലോൺ ചെയ്യുന്നത്. അപ്പോൾ സൊമാറ്റിക് സെല്ലിൽ മൈറ്റോകോൺട്രിയ ഓഫ് കോഴ്സ് മ്യൂട്ടേഷൻസും ഏജിങ്ങും എല്ലാം കൂടുതലായിരിക്കും. അതുകൊണ്ട് ക്ലോൺഡ് ആനിമല് ജനിക്കുമ്പോൾ തന്നെ ഒരു ഏജ്ഡ് ആനിമൽ ആയിട്ടായിരിക്കും വിത്ത് സോ മെനി മ്യൂട്ടേഷൻസ് ഇൻ മൈറ്റോകോൺട്രിയ. അങ്ങനെയാണ് ജനിക്കുന്നത്. അങ്ങനെ അത് മൈറ്റോകോൺട്രിയയുടെ ഇവല്യൂഷൻ ആക്ച്വലി നമ്മുടെ സെൽസിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു പാർട്ട്ലി ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷെ ദേ ആർ ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ അസ്. താങ്ക് യു. ഞാൻ ചോദിക്കാനൊരു ചോദ്യം ഉത്തരം തന്നെ ഡോക്ടർ പറഞ്ഞു. താങ്ക് യു. ഇനി ദിലീപ്, ഇപ്പോൾ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ AI. ഈ AIയും ജീനോം സീക്വൻസിങ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ
അത് നമ്മുടെ പരിണാമത്തെ, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ പരിണാമത്തെ എങ്ങനെ ബാധിക്കും? മനുഷ്യൻ്റെ പരിണാമത്തെ AI എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് ചില സ്പെക്കുലേഷൻസ് ഒക്കെ നടത്താൻ സാധിക്കും. ഉദാഹരണത്തിന് AI ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ മെഡിസിൻസ് ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസസിനെയൊക്കെ മാറ്റിമറിക്കാം, ക്യൂർ ചെയ്യാം. അപ്പം അങ്ങനെയുള്ളതെല്ലാം മനുഷ്യൻ്റെ പരിണാമത്തെ ബാധിക്കും. ഇനി അതല്ലെങ്കിൽ വളരെ ഇത്രയും ഹൈ എൻഡ് ഒന്നും ആയി പോകാതെ തന്നെ വേറൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങളുടെ നമ്മൾ കാണുന്ന ഡേറ്റിംഗ് ആപ്സ്, മാട്രിമോണിയൽ ആപ്സ് അതൊക്കെ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാച്ച് മേക്കിങ്ങിൽ ഇപ്പോൾ AI ഉപയോഗിക്കുകയാണെങ്കിൽ AI കാണിച്ച് തരും. അതിൻ്റെ ഉള്ളിൽ ചില സ്ട്രാറ്റജീസ് ഉണ്ടാവും, ആരെയാണ് ഇഷ്ടപ്പെടാൻ സാധ്യത എന്നുള്ളത്. അപ്പോൾ ഈ മോഡേൺ AI ആപ്പുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിൽ മാച്ച് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയായിരിക്കും അവരവിടെ മാച്ചിനെ കണ്ടെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ AI ഒരു അൽഗോരിതം അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അവർ അവിടെ ആ റീപ്രൊഡക്ഷൻ ചെയ്ത് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഇൻഡയറക്റ്റ്ലി AI അൽഗോരിതത്തിന് അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളിൽ AI ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്കറിയാം എല്ലാ ജീവജാലങ്ങൾക്കും DNA ഉണ്ടല്ലോ. ഈ DNA ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ജീവജാലങ്ങളുടെ പ്രോട്ടീനുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ത്രിമാന ആകൃതിയുണ്ട്, 3D ഷേപ്പ്. അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രോട്ടീൻ്റെ ധർമ്മം തീരുമാനിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു ജീവിയുടെ DNA കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്ത് തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ടാക്കും എന്ന് നമുക്ക് എങ്ങനെ അറിയാം? പലപ്പോഴും വളരെ സമയമെടുത്തുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ധാരാളം പണം ചെലവാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അതായത് ഇതാണ് DNA സീക്വൻസ്. ഈ DNA സീക്വൻസ് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ത്രിമാന ആകൃതി ഉള്ളൊരു പ്രോട്ടീൻ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഒരു പുതിയ ഒരു ജീവിയുടെ DNA കിട്ടിക്കഴിഞ്ഞാൽ ആ DNA ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റും ഇതുണ്ടാക്കുന്ന പ്രോട്ടീൻ എങ്ങനെയുള്ളതായിരിക്കും, ആ പ്രോട്ടീൻ്റെ ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതെന്തായിരിക്കും ചെയ്യുന്നത് എന്ന് കൂട്ടി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, മാമത്ത് എന്ന് പറയുന്ന ഒരു ജീവി, നിങ്ങൾക്കറിയാം, ആനയോട് വളരെ കാഴ്ചയിൽ സാമ്യമുള്ള ജീവി വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള ജീവിയാണ്. അതിൻ്റെ DNA നമ്മൾ സീക്വൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ DNA-യിൽ നിന്ന് സീക്വൻസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് ഏതെല്ലാം സാഹചര്യങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത്, എന്തെല്ലാം തരത്തിലുള്ള പ്രോട്ടീനുകളായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്, ആ പ്രോട്ടീനുകളുടെ ധർമ്മങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവി മാത്രമല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവിയാകട്ടെ, ഒരു മൃഗമാവട്ടെ, അതല്ല ഒരു സസ്യമാവട്ടെ, അത് എന്ത് തരം പ്രോട്ടീനുകളായിരുന്നു ഉണ്ടാക്കിയിരുന്നത് എന്ന് നമുക്ക് ഇന്ന് AI വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ AI എന്ന് നമ്മൾ വിളിക്കുന്ന മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്ന ഈ കാര്യം ഒരു സെറ്റ് ഓഫ് കോഡുകളാണ്. ആ കോഡുകളെ ആദ്യം നമ്മൾ കുറച്ച് ഡേറ്റ കാണിച്ച് പരിചയപ്പെടുത്തണം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, സ്വയമായി പഠിച്ചോളൂ എന്നുള്ളത്. അതിനുശേഷം അത് പഠിച്ചതിന് ശേഷം പുതിയ ഒരു ഡേറ്റ വരികയാണെന്നുണ്ടെങ്കിൽ, അത് മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു ഡേറ്റ വരികയാണെങ്കിൽ, മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് കാര്യങ്ങൾ പ്രവചിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ്. അതാണ് ഇന്ന് AI പരിണാമത്തിൽ നോക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരെണ്ണം. താങ്ക് യു KP. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഉത്തരങ്ങൾ നൽകി സഹായിച്ച ദിലീപിനോടും കൃഷ്ണപ്രസാദിനോടും പ്രവീൺ ഗോപിനാഥും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. ജീനോണിനെ സജീവമാക്കിയ ശ്രീ പ്രവീൺ ഗോപിനാഥിനുള്ള മെമന്റോ സമ്മാനിക്കുന്നതിനായി രാധാകൃഷ്ണൻ എറണാകുളത്തെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ദിലീപ് മാമ്പള്ളിന് മെമന്റോ നൽകുന്നതിനായി ടിജോ തോമസ് ഇടുക്കിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൃഷ്ണപ്രസാദിന് മെമന്റോ നൽകുന്നതിനായി അഡ്വക്കേറ്റ് ശ്രീധരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആനന്ദ് TRന് മെമന്റോ സമ്മാനിക്കുന്നതിനായി നസീറ S കരുനാഗപ്പള്ളിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.